വയനാട്ടിൽ നിന്ന് ഷിത കൂടി ചേരുന്നുണ്ട്. ഷിത, വയനാട്ടിൽ ഇപ്പോൾ സത്യം മുഖേരി സംസാരിച്ചത് നമ്മൾ കണ്ടു. ശുഭാപ്തി വിശ്വാസം എന്നൊന്ന് അദ്ദേഹത്തിൽ കാണാനില്ല. അദ്ദേഹം പക്ഷേ അതിനെ ശുഭാപ്തി വിശ്വാസമാക്കി മാറ്റുകയാണ്. രാഷ്ട്രീയത്തെ ശുഭാപ്തി വിശ്വാസമാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. പ്രിയങ്ക ഇന്ന് അവിടെ എത്താൻ സാധ്യതയുണ്ടോ? പ്രിയങ്കയുടെ ആദ്യ പാർലമെന്റ് പ്രവേശം എന്ന നിലയിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെയായിരിക്കും UDF പ്രവർത്തകർ ഇപ്പോൾ ആഘോഷമാക്കാൻ പോകുന്നത്? പ്രമോദ്, പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്താൻ സാധ്യതയില്ല. കാരണം അവർ വരില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാർലമെന്റ് സമ്മേളനമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതിനൊക്കെ ശേഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക്, ഈ മണ്ഡലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വയനാടും ചേലക്കരയും ഒക്കെ വലിയ കൂലങ്കുഷമായി തന്നെ ആളുകൾ ഉറ്റുനോക്കുമ്പോൾ വയനാടിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു ആകാംക്ഷയോ ഒന്നും തന്നെ ഇല്ല. കാരണം ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ തന്നെയുള്ള UDF നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധി ആദ്യമായി ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോൾ കന്നി അംഗത്തിന് വരുന്ന സമയത്ത് അവർക്കുള്ള ഭൂരിപക്ഷം എത്രയാകും, ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാകുന്നത്. 3.5 ലക്ഷം മുതൽ 4.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ളതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. അവർ പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമെന്നാണ് അവർ കരുതിയിരുന്നത്, അവർ പറയുകയും ചെയ്തിരുന്നത്. അതിൽ നിന്നും പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടെ തന്നെ ഈ വോട്ടിൽ ഉണ്ടാകുന്ന കുറവ്, ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്ന കുറവും അങ്ങനെ ആയിരിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ ബൂത്ത് ലെവൽ കണക്കൊക്കെ അവർ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അതിന് മുൻപ് ലഭിച്ചതിനേക്കാൾ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. ഏറനാട് മണ്ഡലം മാത്രമാണ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൊടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് ഏറനാടാണ്, PK ബഷീറിന്റെ. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ PK ബഷീർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, വെറുതെ 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് പണിയെടുക്കണം എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് കൂടി ഇനി നോക്കാനുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. അതിൽ NDAയുടെ ഒരു വോട്ടുകൾ കൂടെ നിർണായകമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തവണ NDA സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് മത്സരിച്ചിരുന്നത്. ആ സമയത്ത് K സുരേന്ദ്രൻ പിടിച്ചൊരു വോട്ടുകൾ എന്തായാലും ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസിന് ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പല മണ്ഡലങ്ങളുടെയും കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ക്രമാതീതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം NDAക്കുണ്ട്. അത് സുൽത്താൻ ബത്തേരിയിലാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ തവണ സുൽത്താൻ ബത്തേരിയിലാണ് NDA. നമുക്ക് വിശദമായിട്ട് വരാം. എന്തായാലും ഈ സമയത്ത് ഞാൻ നമ്മുടെ നവ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ BJP കൊടുത്തിരിക്കുന്ന സന്ദേശം അധികം വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്.